ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഭർത്താവ് ഒരു വഴിക്ക് പോയാ വീടിനകത്ത് എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യാ എവിടെയാന്നൊക്കെയുള്ള ചിന്തകളാ. ഇപ്പോഴത്തെ ഈ മൊബൈൽ സൗകര്യമൊന്നും അന്നില്ലല്ലോ. അവസാനം കാത്തിരിക്കുമ്പോ ഒരു ബെല്ല് കേക്കും. ഓടിച്ചെന്ന് നോക്കുമ്പോ ആളിതാ മുന്നിൽ നിൽക്കുന്നു. അപ്പോഴാ ഒന്ന് ശ്വാസം വീഴുക. പിന്നെ വിളിച്ചിരുത്തി ഭക്ഷണവും കഴിപ്പിച്ച് സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും. ഞാനേ അമ്മയുടെ ഓൾഡ് ജനറേഷന്റെ ചില കാര്യങ്ങളൊക്കെ കടെടുക്കാൻ പോവാ. ഇനി മുതല് നവീൻ എവിടെ പോയാലും നവീൻ വന്നതിന് ശേഷം, നവീൻ കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് അത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കാം. അപ്പൊ ഞാനും ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു ഭാര്യയാവുമല്ലോ. സ്നേഹം കാണിക്കാനേ പല രീതികളുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരാരാണോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച രീതിയിലാണ് ചെയ്യേണ്ടത്. കുറച്ച് നാള് കഴിയുമ്പോ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ബോധ്യപ്പെടും. അപ്പോഴാ ഏതൊക്കെ വാക്കുകൾ പരസ്പരം പറയാം, എന്തൊക്കെ വാക്കുകൾ പരസ്പരം പറഞ്ഞുകൂടാ എന്നൊക്കെ നമ്മളൊരു തീരുമാനത്തിലെത്തുക. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ തന്നെയാ ലോകത്തിലുള്ള എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും. അമ്മേ, ദേ നവീൻ വന്നു. വെൽക്കം ബാക്ക്. എന്താ മാണിക്കുഞ്ഞെ? ഒന്നുമില്ല മാഡം. മാഡം ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഞാനിവിടെ പോവാനാ? അല്ല, വെറുതെ ചോദിച്ചു അല്ലേ സാറേ? താനാ മരുന്ന് പോവാൻ നോക്ക്. എന്താ സാറേ? മരുന്നോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെന്ത് പറ്റി മാണിക്കുഞ്ഞിന്? ഏയ് ഒന്നുമില്ല. അയാളെപ്പോഴും അങ്ങനെയല്ലേ. ഏതൊരു സാഹചര്യത്തിലും തമാശയായിട്ടല്ലാതെ അയാളെ കണ്ടിട്ടുണ്ടോ? നവീൻ, ഗാഥമോളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? എന്നോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇന്നു മുതല് നീ ദൂരെ എവിടെയെങ്കിലും പോയാൽ നീ തിരിച്ചെത്തിയിട്ടേ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുള്ളൂ, എന്നിട്ടേ ഉറങ്ങത്തുള്ളൂന്ന്. അമ്മയുടെ നിർബന്ധമാണോ? ഏയ് നോ 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 നോ. അമ്മ പോയി കിടന്നോളാനാ എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങോട്ടാ പറഞ്ഞ. എന്തായാലും ആളെത്തിയല്ലോ. ഇനിയിപ്പൊ നവീൻ പോയി കുളിച്ചിട്ട് വാ. എന്നിട്ട് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങ. അമ്മ പോട്ടെ മോളെ. നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? ചെല്ല്. താനിന്ന് വല്ലാതെ സുന്ദരിയായിട്ടുണ്ട്. സത്യം? അതേടോ, എന്തോ ഒരു വല്ലാത്ത ചന്തം. അപ്പൊ ഒരു കാര്യം ചെയ്, പോയി കുളിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് ഞാൻ നവീന് ഭക്ഷണം വിളമ്പിത്തരാം. എന്നിട്ട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? എന്നാലും പറയടോ. എന്നിട്ട് ഒന്ന് പോയേ അവിടുന്ന്.